Hallelujah. Hello, checking 1, 2. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാടിൽ 22-10 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവന്റെ പ്രതിഫലത്തിന് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ നാളും നാഴികയും നാം അറിയാതെ ഇരിക്കുന്നത് കൊണ്ട് നാം എപ്രകാരം അവന്റെ വരവിനായി കാത്തിരിക്കണമെന്ന് യേശു 10 കന്യകമാരുടെ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മാനവരാശിക്ക് പുത്തൻ ഉണർവ് നൽകി പുതിയ നിയമത്തിൽ നിന്നും മനോഹരമായ ഉപമ വർത്തമാന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇതിന്റെ പുനരാവിഷ്കാരം ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 10 കന്യകമാർ. നിങ്ങളുടെ പ്രാർത്ഥനയും മനസ്സും ശ്രദ്ധയും അല്പനേരത്തേക്ക് ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവരും സുഖമായിരിക്കുന്നോ? ജേസി, എന്തുകൊണ്ട് വിശേഷം? കഴിഞ്ഞ മീറ്റിങ്ങിന് കണ്ടില്ലായിരുന്നല്ലോ. Sorry, Vinita. I was very busy last Saturday. The unexpected I had a guest from Bangalore, so I was attending the guest, taking care of them. I was totally busy. I was totally stuck in the house. അതുകൊണ്ട് എനിക്ക് ഒട്ടും വരാൻ പറ്റിയില്ല. എനിക്ക് മീറ്റിംഗ് മിസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. But then that day I had to miss the meeting. I'm so sorry about it. സോറി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച വിളിക്കണം എന്ന് വിചാരിച്ചാൽ ബിസി ആയിപ്പോയി. ജോലിയൊക്കെ അല്ലേ, അതുകൊണ്ട് പിന്നെ വിളിക്കാനും സമയം കിട്ടിയില്ല. കുഴപ്പമില്ല. വിനീത, എന്തോ പറയാനാ, ഈ ലോക സംഭവങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നാം ചിന്തിക്കട്ടെ, നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്താറായി, നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാം. ഹല്ലേലൂയ. ബിനു, നീ എല്ലാവരെയും വിളിച്ചായിരുന്നോ? ഞാൻ എല്ലാവരെയും വിളിച്ചു. ഇത്രയും പേരൊക്കെ വന്നല്ലോ. ഇനിയുള്ളവരെയും കൂടെ ദൈവം കൂട്ടി വരുത്തും. നമുക്ക് സമയം കളയാതെ നമ്മുടെ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. ഇനി വരാനുള്ളവർ എത്രയും വേഗം വരട്ടെ. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹബന്ധത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ മീറ്റിംഗിന് ഇത്രയും പേർക്ക് കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം വഴിയൊരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമുക്കറിയാമല്ലോ, നമ്മുടെ മണവാളുടെ വരവേറ്റു അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഉണർവോടും ഒരുക്കത്തോടും ഒരുങ്ങിയിരിക്കാം. ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിനായിട്ട് പ്രിയാമണി മാമയെ ഞാൻ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവ് ഇന്നുവരെ ഞങ്ങൾക്ക് നല്ല മീറ്റിങ്ങുകൾ നടത്തി തന്നു. ഈ സമയത്ത് കടന്നു വന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായ ഈ കാലയളവിലെ കർത്താവെ അതിനെ ബന്ധപ്പെട്ട് ജീവിപ്പാൻ നീ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഉളക്കിൽ എണ്ണയുണ്ടോ എന്ന് ശോധന ചെയ്തുകൊണ്ട് ജീവിപ്പാനും കർത്താവെ കാഹളം ധ്വനിക്കുമ്പോൾ മണവാളൻ വരെ എഴുതിരിക്കുമ്പോൾ നമ്മുടെ മണവാളിനൊപ്പം കർത്താവെ നീ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ആരും തള്ളപ്പെട്ടു പോവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി പോരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാനും സ്തോത്രം. നമ്മുടെ മാമ അനുഗ്രഹമായ രീതിയിൽ പ്രാർത്ഥിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അതിനായിട്ട് പ്രിയ റിജിമാമയെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു.
ഹല്ലേലൂയ. പിന്നെ ഞാനൊരു അഭിപ്രായം പറയട്ടെ. പറഞ്ഞോട്ടോ മാമേ. കാരണം നമ്മളിവിടെ വന്നപ്പോൾ സംസാരിച്ചതും അതുപോലെ അമ്മണിയുടെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ നമ്മുടെ പാട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് ഇടപെട്ടതുമായ എല്ലാ ഒരു കാര്യമാണ് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ദിവസനിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നല്ല ഒരു വാക്യം തന്നു. അത് ഇപ്പോൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 44 വരെ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. നമ്മളിപ്പം വായിച്ചതുപോലെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അങ്ങനെയുള്ള കാലയളവിൽ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന വിളക്കുകളിൽ എണ്ണ കരുതി നമുക്ക് ഒരുങ്ങിയിരിക്കാം. അതുകൊണ്ട് സാധാരണ നമ്മുടെ ലേഡീസ് മീറ്റിങ്ങിൽ പാട്ട്, പ്രാർത്ഥന, ഓരോ സാക്ഷ്യമൊക്കെയും ഉണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയമെടുത്ത് പ്രാർത്ഥനയിൽ ചെലവഴിക്കാം. ഓക്കെ മാമ, പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. മാമ എത്ര നേരം നമ്മൾ പ്രാർത്ഥിക്കാനാണ് മാമ ഉദ്ദേശിക്കുന്നത്? Because I'm so tired. The reason I came today, I'm the ladies coordinator. I have to be here. ഞാൻ ഇന്നലെ ആണെങ്കിൽ കടയിലൊക്കെ ഒന്ന് പോയേക്കുമായിരുന്നു. ഒരു വണ്ടി മേടിക്കണമായിരുന്നേ. അപ്പം വണ്ടി മേടിക്കാനൊക്കെ പോയി ഞാൻ ഒത്തിരി ടയേർഡാണ്. ഇനിയും ഞങ്ങളൊരു ബെല്ലി മേടിച്ചെന്നേ. ജേബക്കുട്ടിന് വേണ്ടി ഒരു ബെല്ലി മേടിച്ചു. റോൾസ് റോയ്സ് മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർത്തു ഇപ്പം ബെല്ലി ആദ്യം മേടിക്കാം കുഞ്ഞിന്, പിന്നെ ഇനി പുറകാലം മേടിക്കാമെന്ന് ഓർത്തു. സോ മാമ ഐ സോ ടയർഡ്. ഐ ഡോണ്ട് നോ. എൻ്റെ ചക്കര മാമ എന്നെ ഒന്ന് വിളിക്കുമോ? ഇൻ കേസ് ഞാനൊന്ന് ഉറങ്ങിപ്പോയെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചേക്കണേ. ഞാൻ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. ബിക്കോസ് ഐ എം സോ ടയർഡ്. ഞാൻ വന്നില്ലെങ്കിൽ ഒത്തിരി പേരുടെ റൈഡും പോകും. അതുകൊണ്ട് മാത്രം ഞാൻ വന്നേ. പിന്നെ ഇത് ഈ വർഷത്തെ ലാസ്റ്റ് മീറ്റിംഗ് ഒക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ വന്ന മാമേ. ഞാൻ ഉറങ്ങിയെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാം. പക്ഷേ നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോന്ന് നോക്കിക്കോണേ. ഓ യാ മാമ, what are you talking? I have plenty of oil, How I can come without oil? Because I'm the ladies coordinator, ഓ മൈ ഗോഡ്, റെജി മാമ ബിനു പറഞ്ഞത് വളരെ ശരിയാ. ഞാനാണെങ്കിൽ 2-3 ദിവസം നൈറ്റും കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങേണ്ടതായിരുന്നു. ബിനു ഇന്നലെ വിളിക്കുകയും ചെയ്തു. ഞാൻ പിന്നെ ലേഡീസ് മീറ്റിങ്ങിന്റെ ഈ വർഷത്തെ സെക്രട്ടറി ആയിപ്പോയില്ലേ, ഇതിൽ വരാതിരിക്കാൻ പറ്റുമോ? പിന്നെ അതുമല്ല, ഇത് ലാസ്റ്റ് ലേഡീസ് മീറ്റിംഗുമായി ഇന്ന് നീ വല്ല സ്പെഷ്യൽ ഉണ്ടോയെന്നും അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ പോകുന്നു. പക്ഷെ ഞാൻ വിളക്കെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അഥവാ ഉറങ്ങിപ്പോവാണെങ്കിൽ മണവാളം വരുമ്പോൾ എന്നെ കൂടി ഒന്ന് വിളിച്ചേക്കണേ. അയ്യടാ, എൻ്റെ പൊന്നുമോള് നല്ല ആളോടാ ടയർഡായെന്ന് കംപ്ലൈൻറ്റ് ചെയ്തത്. ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി ഈവൻറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് രാത്രിയായി. അത് കഴിഞ്ഞ് കുളിയും ജപവും തീറ്റയും പിന്നെ സനിച്ചാനോട് ചില കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് കിടന്നപ്പോൾ അർദ്ധരാത്രിയായി എൻ്റെ കുഞ്ഞ്. അത് കഴിഞ്ഞൊന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുമ്പോൾ നിനക്കറിയാമല്ലോ ഞങ്ങളുടെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ട്. അത് വെട്ടം കാണുമ്പോഴേ അങ്ങ് ചലിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് എൻ്റെ ദൈവമേ ചുരുണ്ടുകൂടി ഒന്ന് കിടന്നുറങ്ങിയപ്പോൾ ഉണ്ട് ലേഡീസ് കോർഡിനേറ്ററിന്റെ വിളി. റെജിയമ്മ പോ, എഴുന്നേരം, ലോകത്തിന് പോകണ്ടായോ, ഒരുങ്ങിയില്ലയോ? ആഹാ, എന്നാ പിന്നെ ചാടി പിടിച്ചു. ഞാൻ ഈ വർഷത്തെ മ്യൂസിക് കോർഡിനേറ്റർ ആയതുകൊണ്ട് ബിസിയാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പാട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണ്ടേ. അതുകൊണ്ട് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ യോഗത്തിന് വരാനും ഒരുങ്ങി. ഓ, ഈ പ്രാർത്ഥന തന്നെ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ കാണാം 10 മണി വരെ കിടന്ന് ഉറങ്ങിയേച്ചില്ല. ഷോപ്പിങ്ങിനെ വല്ലതും പോയതിനെ വരും. ഞാനും ഒത്തിരി ടയർഡാണ് എൻ്റെ മക്കളെ. അഥവാ മണവാളം വരുവാണെങ്കിൽ ആംസ്ലി ടയർഡ് ആംസ്ലി അമ്മേ ഉറങ്ങിക്കോ, ഞങ്ങൾ വിളിക്കാം കേട്ടോ. റജിമാമേ ഉറങ്ങിക്കോയേ, ഞങ്ങൾ വിളിക്കാം. വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് നോക്കണേ. എന്തോ മിനി പറയുന്ന വിളക്കിൽ എണ്ണയുണ്ടോ ജനിച്ചപ്പോ തൊട്ട് കേൾക്കുവാ മണവാട്ടികൾ എണ്ണ കരുതണേ. ഞാൻ പിന്നെ എണ്ണയില്ലാതെ വെറും വിളക്കം കൊണ്ട് വരുമോ? ഇല്ല. ഇതെന്തുവാ
അതുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ പറയുന്നത് ടയേർഡാ. കർത്താവ് വരാറായി കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ രജുമാ പറഞ്ഞു വളരെ കറക്റ്റാണ്. ഞാനും ഭയങ്കര ടയർഡാണ്. ഞങ്ങളുടെ മമ്മി ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും പറയുമായിരുന്നു കർത്താവ് വരുന്നു. ഇതുവരെയും കർത്താവ് വന്നില്ല. ഇപ്പൊ ഇന്ന് വരുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഏതായാലും പ്ലീസ് എന്നെ കൂടെ ഒന്ന് വിളിക്കണേ, അഥവാ ഞാൻ ഉറങ്ങിപ്പോയാ. നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ ഒത്തിരി ടയേർഡാന്നേ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞങ്ങൾ ഒരു ഓൺലൈൻ മിനിസ്ട്രി ചെയ്തു. അപ്പോഴത്തേക്കും യൂട്യൂബ് മിനിസ്ട്രിയാണ് തുടങ്ങിയത്. അപ്പം ഒരു ഗ്ലോബൽ എൻഡവർ ആയതുകൊണ്ട് ഞങ്ങൾ UAE ടൈമും ഓസ്ട്രേലിയൻ ടൈം സോണൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി. അത് കാരണം അങ്ങോട്ട് ഉറങ്ങാനും പറ്റില്ല, എല്ലാവരും ഇൻവോൾവ് ചെയ്തില്ല, അതൊരു പ്രോബ്ലം. അത് കാരണം ഇങ്ങനെ ഒത്തിരി ലേറ്റായി ഉറങ്ങിയപ്പം. എങ്ങാണ് ഇനി മണവാളൻ ഇന്ന് വന്നു കഴിഞ്ഞാൽ എന്നെയും കൂടെ ഒന്ന് വിളിക്കാൻ മറക്കരുത്. എന്റെ അമ്മണിയമ്മേ, ഞാനിവിടെ വന്നപ്പോ തൊട്ട് കേൾക്കുക കംപ്ലൈന്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇത്ര വലിയ വിഷമമായി പോയോ ഇവർക്കൊക്കെ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന് എത്ര വലിയ കംപ്ലൈന്റ് എന്താണെന്ന്. എന്റെ സിസി, അവരുടെ കംപ്ലൈൻറ്റ്സ് ഒരിക്കലും തീരത്തില്ല. എനിക്കാണെങ്കിൽ വളരെ സന്തോഷമായി ഈ ലേഡീസ് മീറ്റിംഗ് വരുന്നത്. എന്റെ ഭർത്താവ് എനിക്ക് വളരെ സപ്പോർട്ടാണ് ലേഡീസ് മീറ്റിംഗിന്. എന്റെ ജീവിതത്തില് ഈ ലേഡീസ് മീറ്റിംഗിന് വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും പ്രസംഗിക്കാനും പാടാനും ഒക്കെ നമ്മുടെ മലയാള ഭാഷ ഇത് തെളിഞ്ഞെന്ന് പറയാൻ ഞാൻ അത് കഴിഞ്ഞ പിന്നാണ്. അറിയാവോ, നമ്മുടെ ലേഡീസ് മീറ്റിങ്ങിൽ നമ്മൾ പല വിഷയങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു. പലതിനും മറുപടി തന്നിട്ടില്ലേ? വരാത്തവർ അവിടെ നിന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് അവരുടെ കംപ്ലൈൻറ്റ് ഒരിക്കലും മാറത്തില്ല. നമുക്ക് അതിനൊന്നും വിഷമിക്കേണ്ട. നമ്മുടെ കർത്താവിന്റെ വരവിൽ നമുക്ക് Dear sisters, please listen. Lot of discussion. ഏതായാലും ദൈവത്തിന്റെ ആത്മാവ് അമ്മമ്മയോട് സംസാരിച്ചതല്ലയോ, നമുക്ക് സമയം കളയാതെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിന്റെ വരവിൽ കർത്താവേ ഞങ്ങളോട് എടുക്കപ്പെടുവാനിടയാക്കണമേ. കന്യകമാരെല്ലാരും ഉറങ്ങിയെന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങളെ, ഞങ്ങളോട് ദേഷ്യം തോന്നരുത്. ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാതെ വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളു. ഇതെന്തോ ഇങ്ങനൊക്കെ പറയുന്നത് അമ്മേ? ഇത്രയും സ്നേഹിച്ചിട്ട് അമ്മ ഇങ്ങനെയൊന്നും പറയുന്നത്? കോസ്റ്റോയിൽ അല്ലെങ്കിൽ വേറെ എല്ലാ ഏത് കടയിലും സെയിലുണ്ട്. നിങ്ങൾ എവിടെ പോയി മേടിച്ചോ? ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എണ്ണ ഇല്ല. വെരി സോറി. നിനക്ക് ബെല്ലില്ലോ? ബേബി മണവാളിലേക്ക് ഫാസ്റ്റ് ആയിട്ട് അത് റൺ ചെയ്യും. ഒക്കെ ഇച്ചിരി എണ്ണ ചോദിച്ചാൽ സഹാറ മരുഭൂമിയിൽ മണൽ വിൽക്കാൻ പോകുന്ന പോലെ വഴി പറഞ്ഞു തരുന്നത്. അണ്ണാനെ മരം കയറ്റം പഠിപ്പിക്കാൻ ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് അറിയാം എവിടെ സെയിലുള്ളതെന്ന് മറ്റൊക്കെ. വെള്ളയും വെള്ളയും കൊണ്ട് വന്നേക്ക് ഒരു സാധനം ചോദിച്ചാൽ തരത്തില്ല. മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ.
പ്രത്യാശയോട് നിങ്ങൾ വിളക്കിൽ എണ്ണയും കത്തി കാത്തിരുന്നു. നിങ്ങൾക്ക് എന്നോടുകൂടെ മണിയറയിൽ പ്രവേശിക്കാം. Praise the Lord. ഏതായാലും നമുക്ക് എണ്ണ കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് എണ്ണ കിട്ടി. ഞങ്ങൾക്ക് എണ്ണ കിട്ടിയല്ലോ. ഇച്ചിരി എണ്ണ ചോദിച്ചിട്ട് തരാത്തവർ നമ്മുടെയും വിളക്ക് കത്തി. നമുക്ക് എണ്ണ കിട്ടി. അമ്മാമ്മയൊക്കെ എന്തിയേ? എല്ലാവരും പോയോ? വെല്ലി രക്ഷിക്കത്തില്ല. ഇതൊന്നും നമ്മുടെ നല്ല കാര്യം ഇപ്പൊ നമുക്ക് മനസ്സിലായില്ല. വെല്ലി മേടിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങോട്ട് ഡോറ് ക്ലോസ് ആയി. ഞാൻ കൊട്ടി കേട്ടോ. ഞാൻ ലേഡീസ് കോർഡിനേറ്റർ അല്ലേ? ജീസസ്, ഇത് ഞാനാ ബിനുവാ. ഒന്ന് തുറക്കാമോ? ഞാൻ നിന്നെ അറിയുന്നില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. എന്റെ പൊന്നമ്മച്ചനല്ലേ, അങ്ങനെ പറയല്ലേ. ഞാൻ ബിനു ഏബ്രഹാമാ. ബിനു ഫിലിപ്പോസ് അല്ല, ബിനു ഏബ്രഹാമാ. അയ്യോ, ഇനി തെറ്റിപ്പോയതാണ്. ഞാനാണെങ്കിൽ ഈ ചർച്ചിന്റെ എന്തെല്ലാം കാര്യത്തിന് ഓടി നടക്കുന്ന ഒരാളാണെന്നറിയാമോ. ഞങ്ങൾ കുടുംബമായിട്ട് ചർച്ചിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന. എനിക്ക് വേണ്ടി ഒന്ന് തുറക്കപ്പച്ചാ, ഒന്ന് തുറന്നേ. എല്ലാം നേരാ, പക്ഷെ ഞാൻ നിന്നെ അറിയുന്നില്ല. ഞാനിനി എന്തോ ചെയ്യുന്നപ്പോ ഞാൻ തള്ളപ്പെട്ടു പോയോ? അയ്യോ, എനിക്ക് വയ്യ. ഇനി ഞാനൊന്ന് പോയിട്ട് നോക്കട്ടെ. കർത്താവേ, ഇത് വിനീത വർഗീസ്, ലേഡീസ് മീറ്റിംഗിന്റെ ഈ വർഷത്തെ സെക്രട്ടറി. ഒന്ന് കഥ തുറക്കാവോ? ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവേ, അങ്ങനെ പറയരുത്. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് മർത്താവനൊക്കെ വിശ്വാസത്തിൽ വന്നതാ. ഞാൻ മൂലം എൻ്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടതാ. ഞാനും തള്ളപ്പെട്ടു പോകാൻ ഒരിക്കലും ഇടവരുത്. എന്നെയും ചേർക്കത്തില്ലയോ? നീ എല്ലാ കാര്യങ്ങളും ചെയ്തു, ശരിയാ, പക്ഷെ ഞാൻ നിന്നെ അറിയുന്നില്ല. അയ്യോ കർത്താവേ, ഞാനും വിട്ടുവിട്ടു പോയോ. ഞാനിനി എൻ്റെ ബിനോച്ചാനോട് എന്തോ പറയും? ഞാനിനി എന്തോ ചെയ്യും? ഞാനൊന്ന് പോയി നോക്കട്ടെ. കർത്താവേ, ഇത് നിന്റെ പ്രിയപ്പെട്ട ജോയ്സാ. കഥയൊന്നും തുറക്കണേ. ഞാൻ നിന്നെ അറിയുന്നില്ല. അയ്യോ, അറിയുന്നില്ലെന്ന് പറയല്ലേ. ഞാൻ ദൂരം വെക്കാതെ എല്ലാ ആത്മീയ കാര്യങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാ. എനിക്ക് വേണ്ടി ഒന്ന് കഥ തുറക്കണേ. മകളെ, ഞാൻ നിന്നെ അറിയുന്നില്ല. എന്റെ പൊന്നെ, ഇനി എന്തോ ചെയ്യും? മനുഷ്യരുടെ മുഖത്ത് എങ്ങനെ നോക്കും? പിള്ളേരെ നിങ്ങളൊന്ന് മാറിക്കും. ഞാനൊന്ന് പോയി നോക്കാം. എന്തായാലും പറയാതിരിക്കത്തില്ല. കർത്താവേ, ഞാൻ നിന്റെ പ്രിയപ്പെട്ട റെജിമോളാ. ഞാൻ ഈ ചർച്ചിലെ പഴയ വിശ്വാസിയാ. KG ബോയ്സിനെ മുതൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ചത്. ഞാൻ നിന്നെ അറിയുന്നില്ല. അയ്യോ, അങ്ങനെ പറയില്ലേ. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ബൈബിൾ ക്ലാസ് എടുത്ത സണ്ണി സാറിന്റെ ഭാര്യയാ. അത് പോരാഞ്ഞ് പാരമ്പര്യം പറഞ്ഞാൽ എന്റെ പപ്പയാണ് ഞങ്ങളുടെ നാട്ടിൽ ചർച്ച് പണിതത്. അതും പോരാഞ്ഞ് എന്റെ മമ്മി 43 പ്രാവശ്യം ബൈബിൾ വായിച്ചു. എന്നെ തള്ളപ്പെട്ടല്ലേ. പ്ലീസ് കർത്താവെ, കഥവ് തുറക്ക്. മകളെ, നിന്റെ മമ്മിയെ ഞാൻ അറിയുന്നു, പക്ഷെ നിന്നെ ഞാൻ അറിയുന്നില്ല. അയ്യോ, എനിക്ക് നിങ്ങളൊക്കെ ചെന്നിക്ക്, ഞാനൊന്ന് കൊട്ടി നോക്കട്ടെ. കർത്താവേ, ഡോർ തുറക്കൂ. ഇത് ബീനായ, IPC എബനേസർ സെക്രട്ടറിയുടെ ഭാര്യ ബീനായ. ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവേ, എന്നെ അറിയുന്നില്ലെന്നോ? ഞാൻ യൂട്യൂബ് മിനിസ്ട്രിയും ഫേസ്ബുക്കിലും മിനിസ്ട്രിയും എത്ര പേരെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നതാ, എന്നിട്ട് എന്നെ അറിയുന്നില്ലെന്നോ? മകളെ, നീ ഫേസ്ബുക്ക് മിനിസ്റ്റർ ചെയ്തു, യൂട്യൂബ് മിനിസ്റ്ററിയും ചെയ്തു, പക്ഷെ നീ എന്റെ ഫേസ് അന്വേഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ അറിയുന്നില്ല. അയ്യോ, ഞങ്ങളെല്ലാം കൂട്ടുണ്ടോ? ലേഡീസ് കോർഡിനേറ്റർ എനിക്ക് എന്റെ റെജിമാമി, എന്റെ ജോയ്സും ഒക്കെ എന്റെ കൂടെ ഉണ്ടല്ലോ. ഓർത്തും കർത്താവേ, എന്ത് ചെയ്തു ചെയ്യുന്നത്? നമുക്ക് നിങ്ങൾ ഇതുവരെയും എവിടെയായിരുന്നു? മറ്റു കന്യമാർ നിങ്ങളോടൊപ്പം ഞാൻ പറഞ്ഞതല്ലേ എന്നെ എതിരേൽപ്പാൻ ഒരുങ്ങുവാൻ? എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ വിളക്കിൽ എണ്ണ കരുതിയില്ല? കർത്താവേ, സോറി കർത്താവേ, ഞങ്ങൾ തെറ്റ് പറ്റിപ്പോയി. ഒരിക്കൽ ഞങ്ങളോടൊന്ന് ക്ഷമിക്കാമോ?
കുഞ്ഞാട്ടിൻ കല്യാണ ദിനത്തിൽ തന്നെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ ദിനത്തിൽ തന്നെ കാന്തയാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷമുണ്ടാകും അവർക്ക്. എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷമുണ്ടാകും അവർക്ക്. പൊന്നേലുറങ്ങിയിടുന്ന ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വരവ് ഒരു ദൃശ്യ ആവിഷ്കരണമായി ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു എങ്കിലും ഇത് ഒരു സങ്കല്പമല്ല. ഇത് സമീപ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. പെന്തക്കോസ്തിന്റെ പാരമ്പര്യമോ നമ്മളായിരിക്കുന്ന പദവിയോ നാം ചെയ്യുന്ന മിനിസ്ട്രിയോ ഒന്നും തന്നെ ദൈവരാജ്യ പ്രവേശനത്തിന് നമ്മെ യോഗ്യരാക്കിയില്ല. ബൈബിൾ ഇപ്രകാരം നമ്മോട് പറയുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത് അനർത്ഥമാണ്. ആത്മീയ കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കാതെ ജീവിതത്തിന്റെ തിരക്കുകളിലും ബന്ധപ്പാടുകളിലും മുന്നോട്ട് പോകുന്ന ഈ സാധാരണ ജീവിതത്തിൽ തിന്നും കുടിച്ചും നൈമിഷിക സുഖങ്ങളുടെയും ആഘോഷങ്ങളുടെയും പുറകെ ഓടുന്ന ഈ ലോക ജീവിതത്തിൽ കർത്താവിന്റെ വരവ് ഒരു കെണിയായി ഭവിക്കുവാൻ ഇടയാകരുത്. ദൈവവുമായുള്ള ഒരാളിന്റെ ബന്ധം തികച്ചും വ്യക്തിപരമാണ്. ഈ പരിശുദ്ധമായ എണ്ണ മറ്റൊരാളുടെയും കയ്യിൽ നിന്നും കടം വാങ്ങുവാൻ പറ്റുന്നതല്ല. ലാസ്റ്റ് മിനിറ്റിൽ വാങ്ങാമെന്ന് വിചാരിച്ചാൽ പറ്റുന്നതല്ല. ജീവിത വിശുദ്ധിയോടെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഇടയാകുകയുള്ളൂ. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. തന്റെ കാന്തയാകുന്ന വിശുദ്ധ സഭയെ ചേർക്കാൻ നമ്മുടെ മണവാളൻ യേശു ക്രിസ്തു വാനമേഘത്തിൽ വീണ്ടും വരും. വിശുദ്ധ വേദപുസ്തകം 1 തെസ്സലോനിക്കർ chapter 4 verse 16 ഇപ്രകാരം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. കർത്താവിന്റെ വരവിൽ തള്ളപ്പെട്ടു പോകാതെ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ വിളക്കോടുകൂടെ എണ്ണയും എടുത്തുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമ്മുടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
Amen. Thank you all. Praise the Lord. As we all know, our Lord Jesus Christ's second coming is a reality that we are trying to show you through our skit. The lesson from the 10 Virgins parable, as you all should know, is to prepare now while you have time. Those who did not prepare were not allowed to enter the wedding. In that way, the ones who enter the kingdom of heaven will be like the virgins who went out to meet the bridegroom. Our Jesus' coming is not a fairy tale story, and the people saved by his blood know that he will return soon. Our Pentecostal religion, our deeds, our ministries, and our worldly possessions will not qualify us to be in the rapture. Your relationship with God is strictly personal. The oil of the Holy Spirit cannot be borrowed from others. If you think that you can borrow the oil at the last minute, you are mistaken. The person who maintains a holy life and holiness in this world will only be taken for Jesus' second coming. Be holy and prepare yourselves to be in his rapture. In Revelation chapter 22, verse 12, it states, "And behold, I come quickly. My reward is with me, to give every man according as his work shall be." Amen. May the Lord come quickly, and may God bless you all. Hello, ladies and gentlemen. Thank you for watching our skit today. I would like to call out the cast. Script, Binu Abraham, Vinita Varghese, of course, Sabu Abraham. 10 Virgins, Susie Varghese, Susie Kurd, Jane Matthew, JC Matthew, Binu Abraham, Vinita Varghese, Minnie Sabu, Sissimo Joseph, Joyce Benny, Bina Richie, Jesus Jepson Abraham, instrument, angels and trumpet, Sarah Joseph and Shemaiah Joseph, narrator, Brother Abraham Baby. Thank you all. God bless you. Song.